Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് തൗബയിലെ 127-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإذا ما أنزلت سورة نظر بعضهم إلى بعض هل يراكم من أحد ثم انصرفوا صرف الله قلوبهم بأنهم قوم لا يفقهون. وإذا ما أنزلت ഇറക്കപ്പെടുമ്പോഴൊക്കെയും സൂറത്തുൻ ഒരു സൂറ, ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു നിയമം, നളറ ബഅലുഹും അവരിലെ ചിലർ നോക്കും, ഇലാ ബഅലിൻ ചിലരിലേക്ക് പരസ്പരം നോക്കും. ഹൽ യറാക്കും മിൻ അഹദിൻ നിങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ഹൽ യറാക്കും നിങ്ങളെ കാണുന്നുണ്ടോ, മിൻ അഹദിൻ ആരെങ്കിലും. സുമ്മ ഇൻസ്വറഫു പിന്നെ അവർ പിരിഞ്ഞു പോകും. സ്വറഫല്ലാഹു ഖുലൂബഹും അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ പിരിച്ചുവിട്ടു, അകറ്റി എന്നൊക്കെയുള്ളതാണ് സ്വറഫ. ബി അന്നഹും അതെന്തുകൊണ്ടെന്നാൽ അവർ ഖൗമുൻ ലാ യഫ്ഖഹൂൻ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ജനതയാകുന്നു എന്നുകൂടെ അർത്ഥം പറയാം. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ നളറ ബഅലുഹും ഇലാ ബഅലിൻ അവർ പരസ്പരം നോക്കും, അവരിലെ ചിലർ ചിലരിലേക്ക് നോക്കും. ഹൽ യറാക്കും നിങ്ങളെ കാണുന്നുണ്ടോ എന്ന്. മിൻ അഹദിൻ ആരെങ്കിലും. സുമ്മ ഇൻസറഫു പിന്നെ അവർ പിരിഞ്ഞു പോകും. സ്വറഫല്ലാഹു അള്ളാഹു പിരിച്ചു അല്ലെങ്കിൽ അള്ളാഹു തിരിച്ചു, ഖുലൂബഹും അവരുടെ മനസ്സുകളെ. ബി അന്നഹും കാരണം അവർ ഖൗമുൻ ലാ യഫ്ഖഹൂൻ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ജനതയാകുന്നു. വഇദാ മാ ഉൻസിലത്ത് സൂറത്തുൻ ഒരു സൂറത്ത് ഇറക്കപ്പെടുക. സൂറത്ത് ഇറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ നിയമം ഇറങ്ങുക എന്നാണ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെടുന്നത് നമുക്ക് സൗകര്യത്തിന് ഇരുന്ന് വായിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ധരിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അതൊരു അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് ഇറങ്ങുന്നത്. പല സന്ദർഭത്തിൽ പല നിയമങ്ങൾ, അത് സാഹചര്യവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ ആളുകളെ തിരുത്തുകയാണ്, അവരെ പൂർണ്ണമായും ഒരു ഇസ്ലാമികതയിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൂട്ടത്തിൽ മുനാഫിക്കുകളുടെ ഉള്ളിലിരിപ്പും ഒക്കെ വെളിപ്പെടുന്നുണ്ട്. സൂറത്ത് തൗബയിൽ ഒരുപാട് സ്ഥലത്ത് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അവരുടെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിയമം അവതരിപ്പിച്ച് കിട്ടിയാൽ അത് തൻ്റെ ജനത്തിനെ കേൾപ്പിക്കുന്നതിന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പള്ളിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിക്കകത്തുണ്ടെന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ അവിടേക്ക് കൂട്ടം കൂട്ടമായി വരും. അവർ വളരെ അകലെയുള്ളവരാണെങ്കിൽ റസൂൽ അള്ളാഹിൻ്റെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്, മസ്ജിദുൻ നബവിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ വരും. കാരണം അദ്ദേഹം അവിടെ വെറുതെ വന്നിരിക്കൂല, എപ്പോഴും കർമ്മരംഗത്താണല്ലോ. അത് ഇസ്ലാമിനെ സംബന്ധിച്ച് ആ സഹോദരന്മാർക്ക് മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം ഇരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സൂറ എന്ന് പറഞ്ഞാൽ നിയമമാണല്ലോ, അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് ഖുർആൻ മുഴുവനും. അതിൽ ചെറുതും വലുതുമായ നിയമങ്ങളുണ്ടാകും. ആ നിയമങ്ങൾ തൻ്റെ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹാബികളെ കേൾപ്പിക്കുമ്പോൾ, വഇദാ മാ ഉൻസിലത്ത് സൂറത്തുൻ ഒരു സൂറത്ത് ഇറക്കപ്പെടുമ്പോൾ, എപ്പോഴത് ഇറക്കപ്പെടുക എന്ന് പറഞ്ഞത് സഹാബികൾക്ക് കിട്ടിയത് റസൂൽ കേൾപ്പിക്കുമ്പോഴാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധി കേൾപ്പിക്കുമ്പോഴാണ് സഹാബികൾ ഇത് കേൾക്കുക. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
പള്ളിയിൽ വെച്ച് വിശ്വാസികൾക്ക് ഖുർആൻ കേൾപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആരും ഉണ്ടാകും? മുനാഫിക്കീങ്ങളുണ്ട്. ഓരെന്തിനാ വരുന്നത്? ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ പെട്ടതാന്ന് വരെ ബോധ്യപ്പെടുത്താൻ വരിക, ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വരിക, അല്ലാതെ അവർക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ ഈ മുനാഫിക്കീങ്ങൾ എന്ത് ചെയ്യും? ഒരു തമ്മിൽ ഇങ്ങനെ നോക്കും. കുറച്ചു നേരമൊക്കെ ഇങ്ങനെ സഹിച്ചിരിക്കും. വളരെ അസഹ്യതയോടുകൂടിയാണ് അവരിയ്ക്കുക. കാരണം അവർ ഈ സദസ്സിനെ അംഗീകരിച്ചിട്ടില്ല, ഈ ഖുർആനെ അംഗീകരിച്ചിട്ടില്ല, ഖുർആൻ കേൾക്കാൻ താല്പര്യമില്ല. അപ്പം നളറ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ, അവർ പരസ്പരം നോക്കും. ഹൽ യറാക്കും മിൻ അഹദിൻ, ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ? വിശ്വാസികളെ ഇവർ അങ്ങോട്ടും അവരിങ്ങോട്ടും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതെന്തിനാണെന്നറിയോ? വല്ല കഴിച്ചിലാവാൻ വേണ്ടിയിട്ട്, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒഴിഞ്ഞു മാറിപ്പോകാൻ. അതാണ് അവരുടെ തന്ത്രം. ഇതാണ് ഇവിടെ ഹൽ യറാക്കും മിൻ അഹദിൻ സുമ്മൻ സറഫു. എന്നിട്ട് എന്ത് ചെയ്യും? ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ലെന്ന് കണ്ടാൽ അവർ എഴുന്നേറ്റ് പോകും. ഇൻസറഫ, പിരിഞ്ഞു പോയിന്ന ഇൻസറഫ. ഇത് സൂറത്ത് നൂറിൽ 62, 63 ആയത്തും കൂടി നമ്മൾ നോക്കണം, നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. സൂറത്ത് നൂറ്, അൽ മൂമിനൂൻ കഴിഞ്ഞ നൂറ് വരുന്നത് പേജ് 350. 62-ാമത്തെ ആയത്ത് വരിക 359-ാമത്തെ പേജിൽ, 359-ാമത്തെ പേജിൽ സൂറത്ത് ഫുർഖാനിൻ്റെ തൊട്ട് മുമ്പ് അവിടെ പറയണത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചിട്ടുള്ളവർ, ഇനി പറയാൻ പോകുന്നവർ മാത്രമാണ്. അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ ദൂതനെ കൊണ്ടും വിശ്വസിച്ചവർ മാത്രമാണ് വിശ്വാസികൾ. വൈദാ ഖാനു മഅഹു അലാ അംരിൻ ജാമിഇൻ, അവരൊരു പൊതു കാര്യത്തിൽ, വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു പൊതു കാര്യത്തിലായിരിക്കുമ്പോൾ ലം യദ്ഹബു ഹത്താ യസ്തഅ്ദിനൂഹു, അദ്ദേഹത്തോട് സമ്മതം ചോദിക്കാതെ അവർ കൂട്ടത്തിൽ നിന്ന് പോകില്ല. ഒരു സദസ്സിൻ്റെ മര്യാദയാണ്. സദസ്സിനൊരു നേതാവും ആ നേതാവ് ആഹ്വാനം ചെയ്തിട്ട് നമ്മൾ വന്നതാണെങ്കിൽ ആ സദസ്സിന് പോകണമെങ്കിൽ നേതാവിൻ്റെ സമ്മതം നമ്മൾ വാങ്ങിയിരിക്കണം. ഇന്നല്ലദീന യസ്തഅ്ദിനൂനക, താങ്കളോട് സമ്മതം ചോദിക്കുന്നവർ, ഉലൈക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി റസൂലിഹി, അവരാണ് അള്ളാഹുവിനോടും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വിശ്വസിക്കുന്നവർ. ഫഇദസ്തഅ്ദനൂക ലിബഅലി ശൈനിഹിം, ഇനി അവർ സമ്മതം ചോദിച്ചാൽ ഫഇദൻ ലിമൻ ശിഇത മിൻഹും, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് സമ്മതം കൊടുക്കുക. അവരിവിടെ ഉണ്ടാകണം, താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അവർ മാറ്റി വെച്ചോട്ടെ, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് സമ്മതം കൊടുത്താൽ മതി. വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്, ഉണ്ടോ? വളരെ ഗൗരവമാണ്. അത് മാത്രമല്ല, അങ്ങനെ പോകുന്നവർക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം, പാപമോചനത്തെ തേടണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറും റഹീമുമാണ്. ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅലിക്കും ബഅല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെയല്ല. നമ്മളിപ്പോൾ നമ്മളെ കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും പരിചയക്കാരോടും ഇവിടെ വാന്ന് പറഞ്ഞാൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വേറൊരു അർജൻറ്റിലാണ് പറഞ്ഞ് പോകാം. പക്ഷേ റസൂൽ വിളിച്ചാലോ പോകാൻ പാടില്ല. നമ്മൾ വ്യക്തിപരമായ കാര്യത്തിനും പോകാൻ പാടില്ല. ഞാൻ വിരുന്ന് പോവുകയാണ്, ഞാൻ തക്കാരത്തിന് പോവുകയാണ്, എനിക്ക് അവിടെ ആശുപത്രിയിൽ പോകണം, ഇതൊന്നും റസൂലിനോട് പറയാൻ പറ്റില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാൽ ഉടനെ ചെന്നിരിക്കണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് അദ്ദേഹത്തിന് കൊടുത്തൊരു പദവിയാണത്. ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ, അള്ളാഹു അറിയുന്നുണ്ട് അല്ലദീന ഒരു കൂട്ടരെ, യതസല്ലലൂന അവർ ഒഴിഞ്ഞു മാറിപ്പോകുന്നു, മിൻകും നിങ്ങളിൽ നിന്ന് ലിവാദൻ മറഞ്ഞുകൊണ്ട്, ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒഴിഞ്ഞു മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നവരെ അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹുവിന് അവർ അറിയാം. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്ക് എതിര് നിൽക്കുന്നവർ പേടിക്കണം. അൻ തുസീബഹും ഫിത്നത്തുൻ, അവരെ വലിയ ഒരു ഫിത്ന, നാശം പിടികൂടുമെന്ന്. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടാകും. കണ്ട, ഇത്തരം കൽപ്പനകളാണ്. അള്ളാഹുവിൻ്റെ റസൂല് വിളിച്ചാൽ അവിടെ ചെന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് സമ്മതം ചോദിക്കാതെ പോകാൻ പാടില്ല. ഇനി അദ്ദേഹം സമ്മതം തന്നാൽ പോലും അദ്ദേഹത്തോട് അള്ളാഹ് പറയണത്, അള്ളാഹ് അവന് പുറത്തു കൊടുക്കണേ, നീ പൊയ്ക്കോ എന്ന് പറയാം. അള്ളാഹുൻ്റെ റസൂൽ, എനിക്ക് ഇങ്ങനെ ഒരു അടിയന്തര ആവശ്യം ഉണ്ടായിരുന്നു, പോകാൻ പറ്റുമോ, നീ പൊയ്ക്കോ, എനിക്ക് അള്ളാഹ് പുറത്തു തരട്ടെ. ഇതാണ്
ഇത് അന്ന് മാത്രമല്ല, ഇന്നും ഇസ്ലാമിക ദീനീ പ്രവർത്തകർക്ക് ബാധകമാണ്. നമ്മളെ ഒരു നേതാവ് പള്ളിയിലേക്ക് വിളിച്ചു ചേർത്തു. നമ്മുടെ സംഘടനാ പ്രവർത്തകരാണ്. നമ്മുടെ കേരളത്തിൽ സംഘടനകളാണല്ലോ കൂടുതൽ ആ രംഗത്തുള്ളത്. സമുദായം ഒറ്റക്ക് നിൽക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അങ്ങനെയല്ല. സംഘടനയുടെ നമ്മളാ സംഘടനക്ക് ബൈഅത്ത് ചെയ്തിരിക്കണമെങ്കിൽ ആ സംഘടനയുടെ നേതാവ് നമ്മളെ ഇന്ന ദിവസം നിങ്ങൾ പള്ളിയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അവിടെ വരണം. എനിക്കതിന് വ്യക്തിപരമായൊരു ആവശ്യമുണ്ടെന്ന് വെക്കുക. ഒരു ഡോക്ടറെ അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്, പോകല്ല ബന്ധുവാണ്, ഞാൻ ആരെയും കാണാതെ തിരിഞ്ഞും പറഞ്ഞ് നോക്കിയാൽ പോകല്ല. എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തോട് കാര്യം പറഞ്ഞിട്ട് അർഹതയുള്ളതാണെങ്കിൽ അദ്ദേഹം സമ്മതം തരുമ്പോഴും നമ്മുടെ ഉദ്ദേശം പ്രശ്നമാണ്. അതുകൊണ്ടാണ് നേതാവ് അനുയായികൾക്ക് വേണ്ടി വസ്തഗ്ഫിർ ലഹുമുള്ള പൊറുക്കലിനെ തടല്ല, പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കണ്ടോ, ഇങ്ങനെയുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളൊക്കെ മുനാഫിഖീങ്ങൾക്ക് വളരെ അരോചകമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൽപ്പനകൾ ഇറങ്ങിയാൽ വൈദാ ഉൻസിലത്തു സൂറത്തുൻ, ഒരു സൂറ ഇറങ്ങുക എന്നാൽ ഒരു നിയമം ഇറങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു നിയമം ഇറങ്ങുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു വിശദീകരണം ഇറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ നളറ ബഅലുഹും ഇലാ ബഅലിൻ, അവർ പരസ്പരം നോക്കും. ഹൽ യറാക്കും മിൻ അഹദിൻ, നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരസ്പരം നോക്കി ഉറപ്പുവരുത്തും. സുമ്മൻ സ്വറഫു, എന്നിട്ട് ആരും ശ്രദ്ധിക്കണില്ല, എല്ലാവരും റസൂലിൻ്റെ മുഖത്തേക്ക് തന്നെയാണ് കണ്ണ്. എല്ലാവരുടെയും ശ്രദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുന്ന ഖുർആൻ വചനങ്ങളിലും ആ നിയമത്തിൻ്റെ വിശദാംശങ്ങളിലുമാണ് എന്നവർ മനസ്സിലാക്കിയ അവർ സുമ്മൻ സ്വറഫു, അവർ മെല്ലെ പിരിഞ്ഞു പോകും. സ്വറഫല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചുവിട്ടിരിക്കുന്നത്. അള്ളാഹു അവരുടെ മനസ്സിനെ ഇസ്ലാമിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, പ്രവാചകരിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് അകറ്റി. അതാണ് സ്വറഫല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ അകറ്റി. നമ്മൾ സൂറത്ത് സഫിൽ ഓതുമ്പോൾ അതാല ഫലമ്മാ സാഗു അസാഖല്ലാഹു ഖുലൂബഹും, അവർ തെറ്റിയപ്പോൾ അത് തെറ്റിച്ചു. അത് നമ്മളെപ്പോഴും പറയുന്ന ഉദാഹരണം എന്താണ്? തെളിച്ച വഴിക്ക് പോകണില്ലെങ്കിൽ പോണ വഴിക്ക് അള്ളാഹ് തെളിക്കും. അതാണ് സ്വറഫല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ ഹൃദയത്തെ തെറ്റിച്ചു. ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, കാരണം അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ നിയമത്തെ സംബന്ധിച്ചോ അള്ളാഹുവിൻ്റെ അധികാരത്തെ സംബന്ധിച്ചോ അവസാനം അള്ളാഹുവിൻ്റെ നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ ചെന്നു ചേരുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ചോ ഒന്നും അവർ മനസ്സിലാക്കാത്ത ജനതയാണ്. ഖൗമുൻ ലാ യഫ്ഖഹൂൻ, ഫിഖ്ഹ് ഇല്ലാത്ത, കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത, ഗ്രഹിക്കാത്ത ജനതയാകുന്നു. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വഇദാ മാ ഉൻസിലത്ത് സൂറത്തുൻ, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ നളറ ബഅലുഹും ഇലാ ബഅലിൻ, അവർ പരസ്പരം നോക്കും. എന്തിനാ നോക്കുന്നത്? ഹൽ യറാക്കും മിൻ അഹദിൻ, നിങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ നിരീക്ഷണം. സുമ്മൻ സ്വറഫു, പിന്നെ അവർ പിരിഞ്ഞു പോകും. സ്വറഫല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ ഹൃദയത്തെ തെറ്റിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു അവരുടെ ഹൃദയത്തെ പിരിച്ചുവിട്ടിരിക്കുന്നു. ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, കാരണം അവർ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ജനതയാകുന്നു. ഖുർആൻ എന്താണോ നമ്മളോട് കൽപ്പിക്കുന്നത് അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്, ഞങ്ങളുടെ അടുക്കൽ ഒരുപാട് വീഴ്ചകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. തമ്പുരാനെ, ഞങ്ങളെല്ലാം നിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. ഞങ്ങളെല്ലാം നിന്നോട് ഏറ്റുപറയുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യുന്ന ഈ തെറ്റുകളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. നിൻ്റെ കാരുണ്യം കൊണ്ടും വാത്സല്യം കൊണ്ടും നിൻ്റെ സ്നേഹം കൊണ്ടും ഞങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകണേ അല്ലാഹ്. നരകത്തിലിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധപ്പെട്ടവരെയും നീ ശിക്ഷിക്കല്ലേ നാഥ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.